ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഹിജാബ് വിവാദം ഉണ്ടായപ്പോൾ മുതൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നിരോധിത സംഘടനയായ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഘോരം വാദിക്കുകയും നിരന്തരമായി അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ. ഒരു താന്ത്രിക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോട് യാതൊരുവിധമായ പ്രതിബദ്ധതയുമില്ലാതെ ഈ നാളുകളിൽ ജിഹാദികൾക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം എത്തപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ. പക്ഷേ ഈ അടുത്ത നാളുകളിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മതവിഭാഗക്കാരോട് എത്രയോ വലിയ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പല യൂട്യൂബർമാരും ഈ ഒഴുക്കിന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത്. കാരണം എവിടെയാണ് 4 സബ്സ്ക്രൈബറെ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കാര്യം പിടികിട്ടി, ഇവർക്ക് അനുകൂലമായി, ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായി വീഡിയോ ചെയ്താൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, അതോടൊപ്പം എനിക്ക് വരുമാനം കൂടുതൽ ലഭിക്കും എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും നിരന്തരമായി ഇദ്ദേഹം തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർക്ക് വേണ്ടി ഇദ്ദേഹം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, ഹിജാബ് വിഷയം ആര് ജയിച്ചു എന്ന ഒരു വീഡിയോ, അത് നിങ്ങളെ കേൾപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ചില ആളുകളെ പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാണപ്പെട്ട ദൈവങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത്. അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വരൻ്റെ കാണപ്പെട്ട ദൈവങ്ങളിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് പണ്ട് ഒരു പെന്തക്കോസ്തുകാരനായിരിക്കുകയും ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറി അവിടെ ഒരു മതപ്രഭാഷകനായി ജീവിക്കുകയും ചെയ്യുന്ന പെരുമ്പാവൂരുകാരൻ മുഹമ്മദ് ഈസയാണ്. മുഹമ്മദ് ഈസയുടെ ഓരോ നിലപാടുകളും ക്രൈസ്തവ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെ പോലും അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. ബൈബിളിനെയും യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ പുരോഹിതന്മാരെയും സുവിശേഷ പ്രവർത്തകരെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അത്തരം രീതിയിൽ വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ഈസ എന്ന് പറയുന്നത്. മുൻപ് താൻ ഒരു കത്തോലിക്ക വ്യക്തിയായിരുന്നു, പിന്നീട് പെന്തക്കോസുകാരനായി തീർന്നു. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇസ്ലാം മതത്തിൽ ചേർന്ന് ഒരു മതപ്രഭാഷകനായി. എന്നാൽ ഈ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ക്ലബ് ഹൗസിലേറ്റ പരാജയം ക്രൈസ്തവ സമൂഹത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചില ക്രൈസ്തവ വിശ്വാസികളും അതുപോലെ അപ്പോളജിസ്റ്റുകളും ചേർന്ന് ഇദ്ദേഹത്തെ തേച്ച് ഒട്ടിച്ചു. അന്ന് ഈ ക്ലബ് ഹൗസിൽ നിന്ന് തോറ്റോടിയ ഈ മുഹമ്മദ് ഈസ പിന്നെ പൊങ്ങി വരുന്നത് ഇപ്പോഴാണ്. അന്ന് മുങ്ങിയ വ്യക്തി ഇന്നാണ് പൊങ്ങുന്നത്. അപ്പോൾ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊങ്ങി വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രാഹുൽ ഈശ്വരൻ്റെ ഒരു കാണപ്പെട്ട ദൈവമായിട്ടാണ് ഈ മുഹമ്മദ് ഈസയെ ഇദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ഈസയുടെ നിലപാടുകളൊക്കെ ശരിയാണ്, മുഹമ്മദ് ഈസയെ ആണ് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. ഇനി അടുത്തത്, ഈ രാഹുൽ ഈശ്വരൻ്റെ ഒരു കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഒരു സൂരി അൻസാരി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു തീവ്ര ഇസ്ലാമിക് ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ വിവാഹപ്രായം 9 വയസ്സാക്കി ചുരുക്കണം, അതാണ് നല്ലത്. 9 വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് 18 വയസ്സിൻ്റെ പക്വതയാകും. അതുകൊണ്ട് പെൺകുട്ടികളെ 9 വയസ്സാകുമ്പോൾ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ആശയക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന നാളുകളിൽ ഇന്ത്യയിലും കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ 9ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അൻസൂരി ആലപ്പുഴ.
അദ്ദേഹമാണ് ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ രണ്ടാമത്തെ കാണപ്പെട്ട ദൈവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആരോട് ചേർന്ന് നിൽക്കുന്നു, അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കള്ളൻ ഒരു കള്ളനോട് ചേർന്ന് നിൽക്കുകയുള്ളൂ, ഒരു തീവ്രവാദിയോട് ചേർന്ന് നിൽക്കുകയുള്ളൂ, ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് ചേർന്ന് നിൽക്കുകയുള്ളൂ, ഒരു നല്ല മനുഷ്യൻ മറ്റൊരു നല്ല മനുഷ്യനോട് ചേർന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാഹുൽ ഈശ്വറിൻ്റെ കാണപ്പെട്ട ദൈവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സൂരി അൻസാരി ആലപ്പുഴ. അദ്ദേഹം ഒരു പക്ക മത തീവ്രവാദിയും, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരനും മറ്റേ ക്രൈസ്തവ സമൂഹത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിക്കളഞ്ഞപ്പോൾ ആ പുസ്തകം എടുത്ത് വായിച്ച് പരിഹസിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആ പുസ്തകം വായിച്ച് പരിഹസിച്ച വ്യക്തിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിരന്തരം ക്രൈസ്തവ പുരോഹിതന്മാരെയും ബിഷപ്പ്മാരെയും ഇതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാൽ ആക്രമിക്കപ്പെട്ടവരുടെ കുടുംബത്തെയും പച്ചയ്ക്ക് അപമാനിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു തീവ്ര ഇസ്ലാമിക് മത തീവ്രവാദ ചിന്താഗതിയുള്ള ഈ സൂരി അൻസാരി ആലപ്പുഴ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ രണ്ടാമത്തെ കാണപ്പെട്ട ദൈവം. ഒന്നാലോചിച്ച് നോക്കിയാൽ ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഇനി അടുത്തത് ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഈശ്വറിൻ്റെ കാണപ്പെട്ട ദൈവമാണ് കാനഡ അമ്മായി എന്ന പേരിൽ അറിയപ്പെടുന്ന ജിഹാദി സുനിത. ഈ ജിഹാദി സുനിത എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോകൾ മുഴുവൻ ഈ ജിഹാദികൾക്ക് അനുകൂലമായ വീഡിയോ മാത്രമുള്ളൂ. അവർ എങ്ങനെ ഈ ജിഹാദി സപ്പോർട്ടറായി എന്ന് ചോദിച്ചാൽ, ഈ ആലുവയിലുള്ള ഒരു ഇമാം ഒരു ദിവസം ഒരു പണി കൊടുത്തു ഈ ജിഹാദി സുനിതയ്ക്കിട്ട്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവരെ ഒന്ന് വിമർശിച്ചു ഈ സുനിത. അപ്പോൾ സുനിതയ്ക്ക് നല്ല ഒന്നാം തരം ഒരു പണി ഈ ഉസ്താദം കൊടുത്തു. അപ്പോൾ ആ സുനിതയ്ക്കിട്ട് കിട്ടിയ പണി ഏറ്റ പണിയായിപ്പോയി. ആ ഒരൊറ്റ വീഡിയോയോടുകൂടി സുനിത ഒരു ജിഹാദി സപ്പോർട്ടറായി മാറി. ഇതാണ് സംഭവിച്ചത്. ആദ്യകാലത്ത് ഇവർക്ക് എതിര് നിന്നു. പക്ഷേ ആലുവയിലുള്ള ഒരു ഇമാം ഈ സുനിതയ്ക്കിട്ട് നല്ല ഒന്നാം തരം ഒരു പണി കൊടുത്തു ഒരു വീഡിയോയിലൂടെ. അത് ഈ സഹോദരിക്കിട്ട് ശരിക്കും ഏറ്റു. ഇതാണ് അവർ ഈ ജിഹാദി സപ്പോർട്ടറായി മാറാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ 2-3 പേരാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ കാണപ്പെട്ട ദൈവങ്ങൾ. അവരെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വീഡിയോകൾ ചെയ്ത ഈ രാഹുൽ ഈശ്വറിന് വാസ്തവത്തിൽ ശക്തമായ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ ഇപ്പോൾ മുഹമ്മദ് ഈസ നിലവിളിക്കുന്നതിനേക്കാൾ കഷ്ടമായി ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ഒരു സിനിമയിൽ പറയുന്ന പോലെ ആ നിലവിളി ശബ്ദം ഇട് എന്ന് പറയുന്ന പോലെ രാഹുൽ ഈശ്വറിൻ്റെ കരച്ചിൽ തീരുന്നില്ല. ഇനി നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കടക്കാം. നിങ്ങളെ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം. ഹിജാബ് വിഷയം ആര് ജയിച്ചു? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന അവസ്ഥയിൽ ആര് ജയിച്ചു? കുറച്ച് ഖാസാ ചേട്ടന്മാർ അത് സ്കൂളിന്റെ വലിയ വിജയമാണ്, നിലപാടിന്റെ ഉറപ്പാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതായത് അവരുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പിരിഞ്ഞുപോയി. അവരുടെ സ്കൂളിൽ നിന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഹിജാബ് വിഷയത്തിൽ ആര് ജയിച്ചു? അദ്ദേഹം ഒരു ജയവും തോൽവിയുമായിട്ടാണ് ഇതിനെ കാരണം. ആര് ജയിച്ചു? അപ്പം അതിൽ ചില ഖാസാ ചേട്ടന്മാർ പറയുന്നു സ്കൂൾ ജയിച്ചു. ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്തുള്ള അവർ പിന്മാറി. ഞങ്ങൾ ഇനി ആ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഒറ്റ വാക്ക്, ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. അതായത് ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അതുമാത്രമല്ല, ആ സ്കൂളിൽ നിന്ന് മറ്റു സ്കൂളിലേക്ക് എൻ്റെ കുട്ടിയെ TC വാങ്ങിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഈ വിഷയത്തിൽ നിക്കറുകീറിപ്പോയ ആളാണ് ഈ രാഹുൽ ഈശ്വർ. ഇപ്പം ഭയങ്കര കുട്ടിക്ക് അനുകൂലമായി വിധി വരും,
അവിടെ മുഴുവൻ ഹിജാബ് ധരിപ്പിക്കാനായിട്ട് നിയമം കൊണ്ടുവരും, ഞങ്ങൾ എല്ലാ സ്കൂളിലും ഹിജാബ് ധരിപ്പിക്കും. ഇദ്ദേഹത്തിന് എന്തിനാ ഈ ഹിജാബ് ധരിപ്പിക്കാൻ ഇത്ര ഉത്സാഹം? എന്താ? താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ മറ്റൊരു സമൂഹത്തിന് വേണ്ടി ഘോരഘോരം ബാധിക്കേണ്ട ആവശ്യം ഇദ്ദേഹത്തിന് എന്താ? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഹിജാബ് ധരിപ്പിക്കണം എന്ന് ഈ രാഹുൽ ഈശ്വരൻ എന്താണ് ഇത്ര നിർബന്ധം? അപ്പം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്യന്തം ഖേദകരവും ദുഃഖകരവുമായ ഒരു കാര്യമാണ്. രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഒരു യൂട്യൂബറെ പോലും പൊളിറ്റിക്കൽ ഇസ്ലാം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അവർക്ക് അല്ല വിഷമം, രാഹുൽ ഈശ്വരനാണ് വിഷമം അവിടെയുള്ളവരെല്ലാം ഹിജാബ് ധരിപ്പിക്കാൻ. നിലവിൽ ആ പ്രശ്നം തീർന്നു, ഇനി ആ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ പിന്നെയും അതുമായി ബന്ധപ്പെട്ട് ആര് ജയിച്ചു ആര് തോറ്റു? നിലവിൽ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് പോകാൻ തീരുമാനിച്ചോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സ്കൂളിലെ നിയമങ്ങൾ പാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇവിടെ തുടർന്ന് പഠിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, ഞങ്ങളുടെ സൗകര്യത്തിന് നിയമമുള്ള ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്കൂളിൻ്റെ നിയമം പാലിക്കണം, സ്കൂളിൻ്റെ നിയമം പാലിച്ച് മുമ്പോട്ട് പോകണം. അത് പറ്റാത്തവൻ വേറെ സ്ഥലത്തേക്ക് പോകണം. പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ആര് വിജയിച്ചു ആര് ജയിച്ചു? ഇവിടെ ആര് ജയിച്ചു ആര് വിജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, മറിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് നടത്തുന്ന ഒരു തീവ്രമായ ഇസ്ലാം വൽക്കരണം, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് ഹിജാബ് ആവശ്യപ്പെടും, നാളെ ബുർഗ വേണമെന്ന് പറയും, അത് കഴിഞ്ഞ് നിസ്കാര മുറി വേണമെന്ന് പറയും, അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ മോസ്കാക്കി മാറ്റണമെന്ന് പറയും. ഇവിടെ ആണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ ഒരു ഹിജാബ് ധരിച്ച ഒരാൾ പോയത് കൊണ്ട് എന്താ പ്രശ്നം? പക്ഷേ ഈ രാഹുൽ ഈശ്വറൊക്കെ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എന്താണെന്നറിയോ? കേരളത്തിൽ തന്നെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മതിൽ കെട്ടി തിരിച്ച് ആൺകുട്ടികളെ ഒരു സൈഡിലും പെൺകുട്ടികളെ വേറൊരു സൈഡിലും കർട്ടനിട്ട് മറച്ച് പെൺകുട്ടികളുടെ മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ബുർഖ ധരിച്ചുകൊണ്ട് സ്കൂളിൽ ഇരിക്കുന്നു. അതൊന്നും രാഹുൽ ഈശ്വറിൻ്റെ കണ്ണിൽ പിടിക്കില്ല. കാരണം ആ സമയം വരുമ്പോൾ രാഹുൽ ഈശ്വർ കണ്ണുപൊട്ടാനായിട്ട് അഭിനയിക്കും. എന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായാൽ രാഹുൽ ഈശ്വറിന്റെ കണ്ണ് തുറക്കും. ഇതാണ്. അപ്പൊ ശരിക്കും കേരളത്തിലെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരസ്പരം കാണാത്ത രീതിയിൽ വേർതിരിച്ചിരുത്തുകയും നടുക്കോടെ മതിൽ കെട്ടി വെക്കുകയും അവിടെ ഒരു പർദ്ദയിട്ട് മറയ്ക്കുകയും അവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ആൺകുട്ടികളുടെ സൈഡിൽ മാത്രം നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുകയും ചെയ്യുകയും പെൺകുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. ഇതെന്താ ഇദ്ദേഹം പറയാലാത്തത്? അപ്പം മതേതരത്വം വേണം. മതേതരത്വം എന്താണ് ഈ മതേതരത്വം? ഈ സെന്റ് റീത്ത സ്കൂളിൽ അവർ ചെയ്തത് മതേതരത്വമാണ് ചെയ്തത്. എന്താണ്? വരുന്ന കുട്ടികളെല്ലാം ഈക്വൽ റൈറ്റ്. ഇത് ഇദ്ദേഹത്തിന് അറിയത്തില്ലാഞ്ഞിട്ടല്ല. രാഹുൽ ഈശ്വറിന് ബുദ്ധിയില്ലാത്ത ആളാണോ? ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളാണോ? അല്ല. അറിവുണ്ടായിട്ടും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായി? അതാ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നവും കണ്ടാൽ തിരിച്ചറിയില്ല. ഇവരുടെ പ്രശ്നങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ ഒരു സ്കൂളിൽ മറകെട്ടിയിരിക്കുന്നു. എന്താ നിങ്ങൾ ഇതിനെതിരെ വീട് ചെയ്യാത്ത? എന്താ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? ഞാൻ രാഹുൽ ഈശ്വറിനെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഒരു കോളേജിൽ പെൺകുട്ടികളെ ആൺകുട്ടികളെ മറകെട്ടി തിരിച്ചിരിക്കുന്നു, അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നിങ്ങൾക്ക് ചങ്കൂറ്റമില്ല, അതിനുള്ള ഗട്ട്സ് നിങ്ങൾക്കില്ല. ഇനി അടുത്ത ചോദ്യം, ഇതേ വിഷയം തന്നെ വേറെ സ്കൂളിലുണ്ടായി. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു കുട്ടിയെ ഇരുട്ട് മുറിയിലിട്ട് പൂട്ടി. ആ കുട്ടിയെ റോട്ടിൽ കൂടെ ഓടിച്ചു താമസിച്ചു വന്നേന്. അതെന്താ നിങ്ങൾ ചർച്ചാ വിഷയമാക്കാത്ത? ആ കുട്ടി നിങ്ങളുടെ കൺമുമ്പിൽ കുട്ടിയല്ലേ?
അതോ ഇവരുടെ കുട്ടികൾ മാത്രമാണോ നിങ്ങൾക്ക് കുട്ടികളുള്ളൂ? മറ്റ് അന്യമതസ്ഥൻപ്പെട്ടവന്റെ കുട്ടിയല്ലേ? എന്താണ് ഈ രാഹുൽ ഈശ്വർ കണ്ണുപൊട്ടനെ പോലെ അഭിനയിക്കുന്നത്? അപ്പോ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതെല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കി തീർക്കുകയും പുറം ലോകം അറിയാൻ പാടില്ല, അതെല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കി തീർത്തു. അവിടെ ഒരു കുട്ടിയെ ഇരുട്ടത്ത് ഇരുട്ടുമുറിയിലിട്ടു. ആ കുട്ടിക്ക് വിഷമമില്ലേ? ഈ കുട്ടിക്ക് മാത്രമേ വിഷമമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ഇരട്ടത്താപ്പാണ് രാഹുൽ ഈശ്വർ. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം നിങ്ങൾ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കാനും അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഇൻകം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലേ? അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. നിങ്ങളുടെ വീഡിയോ എടുത്തു വെച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും കൃത്യമായി തന്നെ മറുപടി പറയും. കാരണം നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ വെല്ലുവിളിക്കുക, ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കുവാനും ക്രൈസ്തവ സമൂഹത്തെ താറടിക്കാനും നിങ്ങൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രതികരിക്കാൻ രംഗത്ത് വരും. നിങ്ങൾ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പിന് ഓരോന്നിനും മറുപടി പറയേണ്ടി വരും. മുഹമ്മദ് ഈസയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരും. പലരുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി. എന്താ കാരണം? നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ക്രിസംഗി അല്ലെങ്കിൽ കാസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവരവൻ. എന്തുകൊണ്ടാണ് കാസ ഉണ്ടായത്? കാസ ഉണ്ടായതിൻ്റെ ചരിത്രം രാഹുൽ ഈശ്വറിന് അറിയാമോ? എന്താ അത് രാഹുൽ ഈശ്വർ കാണാത്ത എന്താണ്? കോതമംഗലത്ത് ഒരു പെൺകുട്ടി ഇസ്ലാമിക് മത തീവ്രവാദിയായ ഒരു വ്യക്തിയുടെ അവരുടെ ലവ് ജിഹാദിൽ പെട്ടുപോയി. മതം മാറ്റാൻ വേണ്ടി അവർ ആ പെൺകുട്ടിയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചോ? നിങ്ങൾക്കതിനൊരു ചങ്കൂറ്റമുണ്ടോ പ്രതികരിക്കാൻ? അവിടെ അപ്പൊ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നിങ്ങൾ കാണില്ല, ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ രാഹുൽ ഈശ്വർ കാണത്തില്ല. എന്ത് ന്യായമാണ്? ആ പെൺകുട്ടിക്ക് നീതി കിട്ടണ്ടേ? അപ്പോൾ കാസ എന്ന് പറയുന്ന സംഘടന ഉണ്ടാകാനുള്ള കാരണം എന്നാ? തീവ്ര ഇസ്ലാമിസ്റ്റുകൾ 2047 ആകുമ്പോഴത്തേക്കും കേരളം ഒരു ഇസ്ലാമിക് രാജ്യമാക്കി തീർക്കണം, ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമാക്കി തീർക്കണം എന്ന ചിന്താഗതിയോടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂളുകളിലും കോളേജുകളും കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് അവർ ഇടിച്ചു കയറുന്നു. അവിടെ അവർക്ക് മതസ്വാതന്ത്ര്യം വേണം, അവിടെ അവർക്ക് പ്രാർത്ഥനാമുറി വേണം, അവരുടെ കുട്ടികളെ പ്രത്യേകം പഠിപ്പിക്കണം, അവരുടെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കും, ഇല്ലെങ്കിൽ സ്കൂൾ തല്ലിപ്പൊളിക്കും, ഇല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടാക്കും. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ പറയുന്ന കാസയുടെ കെവിൻ പീറ്ററിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷമാണ് കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അത്യാവശ്യകതയെക്കുറിച്ച് മനസ്സിലായി. അതിനു മുമ്പ് ഈ സംഘടനയുണ്ട്, പക്ഷേ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതോടുകൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളം കീഴടക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരണം വേണം, ഇതിനെതിരെ പ്രതികരിക്കാൻ ആൾ വേണം, ഇതിനെതിരെ പ്രതികരിക്കാൻ സംഘടന വേണം എന്ന് ബോധ്യമായി. അതുകൊണ്ട് കാസ ആരംഭിച്ചു, അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും അതിൽ അംഗത്വം എടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ കണ്ണിക്കടി തുടങ്ങി. എന്താ കാരണം? രാഹുൽ ഈശ്വർ, മിസ്റ്റർ രാഹുൽ ഈശ്വർ, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേരെ വരുന്ന വെല്ലുവിളി അതിനെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ പ്രത്യാക്രമണത്തെ തടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? അതോ ജിഹാദികൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന താങ്കൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നം എന്താണ് കണ്ടില്ല എന്നടിക്കുന്നത്? ഞങ്ങൾക്ക് നേരെ വരുന്ന, ക്രൈസ്തവ സമൂഹത്തിന് നേരെ വരുന്ന ഓരോ വെല്ലുവിളികളും അത് തടുക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യത്തെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ. തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ അത് പഴയ വീഞ്ഞും പുതിയ കുപ്പിയിലേക്കായിരിക്കുകയാണ്. ഇവരുടെ തീവ്രമായ ഇസ്ലാമിക് അജണ്ട ഇവിടെ നടപ്പാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവരായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? പോട്ടെ, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഹിന്ദു സമൂഹത്തിന് ഇവിടെ ജീവിക്കണ്ടേ? താങ്കൾ മതേതരത്വം പറയുന്നു, പണ്ട് എല്ലാവരും ഒന്നിച്ചു. ആരാണ് ഈ ഭിന്നത സൃഷ്ടിക്കുന്നത്? ആരാണ് സ്കൂളിൽ കയറി ഭിന്നത സൃഷ്ടിച്ചത്? താങ്കൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ. പക്ഷെ താങ്കളുടെ ഒരു കണ്ണ് അടഞ്ഞിരിക്കുക, താങ്കൾ ഒരു സൈഡിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ.
എന്താണ് താങ്കൾ ഇത്രമാത്രം ഈ ഇസ്ലാമിക പ്രീണനം മുമ്പോട്ട് വെക്കുന്നത്? എന്താണ്? താങ്കൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. പക്ഷേ കിട്ടുന്ന ഫണ്ട് മേടിച്ച് നക്കലും കഴിഞ്ഞിട്ട്, നാടൻ ഭാഷയെ പറഞ്ഞാൽ കിട്ടുന്ന പൈസ മേടിച്ച് നക്കലും കഴിഞ്ഞിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേരെ മുതുകത്ത് കുതിര കയറാൻ വരേണ്ട ആവശ്യമില്ല. അത് തെറ്റാണ്. ഞങ്ങളുടെ നേരെ വരുന്ന ഓരോ ആക്രമണങ്ങളെയും ചെറുക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അത് ഞങ്ങൾ ചെയ്യും. കാരണം ഒരു കാലത്ത് ഈ പ്രതികരണം ഇല്ലാതിരുന്ന സമയത്ത് വലിയ പ്രത്യാഘാതങ്ങളിലൂടെ ഉണ്ടായി. അന്ന് ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചെങ്കിൽ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയില്ലായിരുന്നു. മനസ്സിലായോ? അതുപോലെ എത്രയോ അവസ്ഥകളിൽ കൂടെ ഇപ്പൊ കടന്നു പോകുന്നു. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ജിഹാദികൾക്ക് വേണ്ടി എത്ര കിടന്ന് കരഞ്ഞാലും, രാഹുൽ ഈശ്വർ ജിഹാദികൾക്ക് വേണ്ടി എത്ര കിടന്ന് വേവലാതിപ്പെട്ടാലും വേദനപ്പെട്ടാലും ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഞങ്ങൾ പ്രതികരിക്കും. നിങ്ങളെ ഞങ്ങൾ ഒരു ജിഹാദിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന ഒറ്റ ചിന്താഗതി മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. അത് വീഡിയോയിലൂടെ ആണെങ്കിലും നിയമപരമാണെങ്കിലും ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അത് കാസയ മുക്കിക്കയറ്റി കളയാം, അല്ലെങ്കിൽ കാസയെ നശിപ്പിക്കാം, അല്ലെങ്കിൽ കൃസംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുതുകത്തേക്ക് കുതിര കയറാൻ വരണ്ട. ക്രൈസ്തവ സമൂഹത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകളും BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞു. എന്താ കാരണം? നിങ്ങളുടെയൊക്കെ ഉപദ്രവം കൊണ്ടാണ്. കാരണം നിങ്ങളെ പോലുള്ളവർ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടത്തുന്ന വെല്ലുവിളി കൊണ്ടാണ്. കാരണം നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തെ മറന്നുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നുകൊണ്ടാണ്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതിന്റെ ബാക്കി നിങ്ങളെ കേൾപ്പിക്കാം. ോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും രേഖപ്പെടുത്തി ആ കുട്ടിക്ക് വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ നേടി ആ കുട്ടി പോയി. അതിന്റെ അതായത് ഇത് ചെയ്തതിൽ പ്രതിഷേധമായിട്ട് ഒരു അമ്മ, ജസ്ന നന്ദു എന്ന് പറയുന്ന പേര്, അവർ വളരെ ശക്തമായിട്ട് എന്റെ മോളെ മാറ്റുകയാണ്, അതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക് തന്നെ മാറ്റുകയാണ്. ഈ രാഹുൽ ഈശ്വറിന് എന്താണ് ഈ ഹിജാബ് വിവാദം എന്ന് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? പക്ഷേ അത് ബോധപൂർവം അത് പറയുകയല്ല. ഇതാണ് ഈ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ചിന്താഗതി. അതിനെ വളച്ചൊടിച്ച് അതൊരു ഇസ്ലാമിൻ്റെ പ്രശ്നമാക്കി അവരങ്ങ് മാറ്റിയെടുക്കുകയാണ്. സ്കൂളിലെ നിയമം എന്താണ്? ആ സ്കൂൾ പറഞ്ഞു ഇതിവിടെ അനുവദിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ യൂണിഫോമായി ബന്ധപ്പെട്ട് ഇത് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. അവർ കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. രാഹുൽ ഈശ്വർ, നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സെൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിപ്പോയി. ഇതാ സംഭവിച്ചത്. അതാണ് ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിയുടെ പവറാണത്. ശരിക്കും പറഞ്ഞാൽ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം അവർക്ക്. പോലെയുള്ള ആളുകൾ, താങ്കൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം ഈ പ്രിൻസിപ്പാൾ മേഡത്തിനെ സൈബർ ആക്രമണം നടത്തി. എത്ര മ്ലേച്ഛവും നിന്ദ്യമായിട്ടാണ് ഓരോ ഫോട്ടോകൾ ഉണ്ടാക്കി നിങ്ങൾ വിട്ടത്. നിങ്ങൾ ആദ്യം ചെയ്തത് എന്താ? ശശികല ടീച്ചറും ഈ സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ പ്രിൻസിപ്പാളുകളോട് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ഉണ്ടാക്കി വിട്ടു ഇല്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹം ഉണ്ടാക്കി വിട്ടില്ലേ? എന്നിട്ട് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൂടാതെ എത്ര മ്ലേച്ഛകരമായ രീതിയിലാണ് നിങ്ങൾ ഇതുപോലെ ഫോട്ടോ ഉണ്ടാക്കുക. നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചോ? ഇല്ല. അപ്പോൾ ഒരു സ്ത്രീക്കെതിരെ ഇത്രയും, അതും ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിന് നേരെ ഇത്രയും വലിയൊരു ആക്രമണം ഈ വർഗീയ ശക്തികൾ, ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതി ഉള്ള ആളുകൾ സൈബർ ആക്രമണം നടത്തിയിട്ട് നിങ്ങളൊരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ മുമ്പിൽ മുട്ടുകുത്തുക ചെയ്തത്. അതാണ് ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിയുടെ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. സംഗതി പിടി കിട്ടിയോ? അപ്പോൾ എത്ര ആളുകളാണ് അവർക്കെതിരെ വീഡിയോ ചെയ്തത്? കണ്ട ഉസ്താദുമാരും. ഞാൻ 15 വയസ്സ് മുതൽ 90 വയസ്സുള്ള കിളവൻ വരെ ഇവർക്കെതിരെ വീഡിയോ ചെയ്തു. ഞാൻ നോക്കുമ്പോൾ 90 വയസ്സ് അടുത്തല്ലേ എത്രയും പ്രായമുള്ള തലയും താടി രോമങ്ങളിൽ നരച്ച ഒരു പടുവൃദ്ധനിരുന്ന് അവർക്കെതിരെ ചീത്ത പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു ബിഷപ്പ്മാരോ അച്ഛന്മാരോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അവരത് പറയില്ല. അവർക്കതിനുള്ള സംസ്കാരമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. അപ്പോൾ 15 വയസ്സ് മുതൽ 90 വയസ്സുള്ളവരെ ആൾ വരും. ഏറ്റവും കുറഞ്ഞ 1000 വീഡിയോ എങ്കിലും നിങ്ങളുടെ ആളുകൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രിൻസിപ്പാൾ മാഡത്തിനെതിരെ. അവർക്കെതിരെ സൈബർ ആക്രമണങ്ങളുണ്ട്. താങ്കൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല.
എന്നിട്ട് പിന്നെയും മഹത്വം അവിടെ നിന്ന് ഒരു സ്ത്രീ TC മേടിച്ചുകൊണ്ട് പോട്ടെ, അതിനെന്താ കുഴപ്പം? ആർക്ക് എവിടെയും ചേർത്ത് പഠിപ്പിക്കാനാണ്? നിങ്ങൾ ഈ രാഹുൽ ഈശ്വരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത വർഷം ആ സ്കൂളിലുള്ള അഡ്മിഷൻ നിങ്ങൾ നോക്കിക്കോ. കാരണം മക്കളെ മതത്തിൻ്റെ അന്ധതയിൽ വളർത്താൻ താല്പര്യമില്ലാത്ത ആളുകൾ വരും. കാരണം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെ തുല്യതയോടുകൂടി കാണാൻ താല്പര്യമുള്ള ആളുകൾ ആ സ്കൂളിൽ വരും, അഡ്മിഷൻ എടുക്കും. അല്ലാതെ ഇത് ഞങ്ങളുടെ മതം ഇവിടെ പ്രചരിപ്പിക്കണം, ഞങ്ങളുടെ മതം ഇവിടെ പഠിപ്പിക്കണം, ഞങ്ങളുടെ മതത്തിനനുസരിച്ച് മാത്രം ഞങ്ങൾ ജീവിക്കുകയുള്ളൂ, ഞങ്ങളുടെ മതത്തെ അനുസരിച്ച് നിങ്ങളുടെ സ്കൂളിൻ്റെ നിയമം മാറ്റണം. ഈ സമീപനമൊക്കെ തെറ്റായ സമീപനമാണ്. നിങ്ങളും താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, താങ്കൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, എത്ര ആക്രമണമാണ് ഇവർക്കെതിരെ നടത്തിയത്, എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? വാസ്തവത്തിൽ രാഹുൽ ഈശ്വർ അവരുടെ ഇച്ഛാശക്തിയുടെയും അവരുടെ തീരുമാനത്തിൻ്റെ ഒരു വിജയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത്. അതെന്താ താങ്കൾ അംഗീകരിക്കാത്തത്? അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു ലെഫ്റ്റ് ഇന്ന് ശ്രീമതി സുനിത ദേവദാസ് നിലപാട്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദി സെന്റർ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നാഷണലിസ്റ്റിക് എന്ന്. സുനിത ദേവദാസ് ആണ് പുള്ളിയുടെ കാണപ്പെട്ട ദൈവമായി മാറിയിരിക്കുക. ഞാൻ ഈ സുനിത ദേവദാസിൻ്റെ വീട് ഇത്രയും വൾഗറായി മോശമായി അവർ റോസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത, സ്വന്തം കഴിവിൽ ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു വ്യക്തികളാണ് ഇതുപോലുള്ള ഈ അവഹേളന വീഡിയോകൾ ചെയ്യുന്നത്. സുനിത ദേവദാസ് ചെയ്യുന്ന വീഡിയോ അവഹേളന വീഡിയോയാണ്. അവർക്ക് യാതൊരു ക്വാളിറ്റിയുള്ള ആളല്ല, അവരൊരു പക്വതയില്ലാത്ത സ്ത്രീയാണ്. അവരൊരു ബാലിശമായിട്ടുള്ള 10 വയസ്സ് പ്രായം പോലും ഇല്ലാത്ത ഒരാളുടെ പക്വത പോലും ഇല്ലാത്ത സ്ത്രീ. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഈ രാഹുൽ ഈശ്വറിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവഹേളന വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ മാനസികമായി വളർച്ചയുള്ളവരല്ല. രാഹുൽ ഈശ്വർ പിന്നെ പല ചാനലിൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്, പ്രമുഖനായ യൂട്യൂബറാണ്. പക്ഷേ ഇവരുടെ ഈ മാനസിക നില മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല ഈ പുള്ളിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അവരൊരു ചൈൽഡിഷ് മൈൻഡാണ്, അവർ റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് മാനസികമായ വളർച്ചയില്ല അവർക്ക്. 5 വയസ്സുകാരൻ്റെ ബുദ്ധിയുള്ളൂ. മമ്മൂട്ടിയുടെ ഒരു പണ്ടത്തെ ഒരു പടമുണ്ട്, 30 വയസ്സുകാരൻ്റെ ശരീരവും 5 വയസ്സുകാരൻ്റെ ബുദ്ധിയും. അങ്ങനെയൊരു സമീപനമാണ് അവർക്കുള്ളത്. അല്ലാതെ അവർക്ക് ഈ പറഞ്ഞ യാതൊരു വിധമായ ക്വാളിറ്റിയോ കഴിവോ പ്രാപ്തിയോ എന്നുള്ളതല്ല. അവർക്ക് പരിഹസിക്കാൻ അറിയാം. പരിഹസിക്കുമ്പോൾ ഈ ആളുകൾ കൂടുതൽ ഈ പരിഹാസത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, റോസ്റ്റിംഗ്. അതുകൊണ്ടാണ് അവരുടെ വീഡിയോകൾ പ്രശസ്തമാകുന്നത്. അല്ലാതെ കാരികപരമായ ഒരു വാക്കുപോലും അവർ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ഒക്കെ വിമർശിക്കുന്നുകൊണ്ടാണ് ഈ ആളുകൾ ഒക്കെ വരുന്നത്. അതുമാത്രമല്ല, ഈ ജിഹാദി സപ്പോർട്ടറാണ് അവർ, അതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? രാഹുൽ ഈശ്വർ, ഈ സുനിത ദേവദാസിൽ താങ്കൾ കണ്ട ക്വാളിറ്റി എന്താ? അടിസ്ഥാനപരമായി എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത്? അവർക്കൊരു ചൈൽഡിഷ് മൈൻഡ് മാത്രമേ ഉള്ളൂ. 50 വയസ്സുള്ള ഒരു സ്ത്രീ, 5 വയസ്സുകാരൻ്റെ ബുദ്ധിയുള്ളവർക്ക്. അല്ലാതെ അവർക്ക് എന്ത്, അവരുടെ വീഡിയോയ്ക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ഈ രാഹുൽ ഈശ്വർ പിന്നെ ഒരു മുസ്ലിം മതപണ്ഡിതൻ്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ ഖാസിം അൻസാരി, കാന്തപുരത്തിൻ്റെ മകൻ എന്നാണ്. ഞാൻ ഈ രാഹുൽ ഈശ്വറിൻ്റെ വാക്കിടുമ്പോൾ ഇവർക്ക് മതേതരത്വം ഉണ്ട്. താങ്കളോട് ആരാ പറഞ്ഞു ഇവർക്ക് മതേതരത്വം ഉണ്ടെന്ന്? ഒരു ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അവൻ്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അതായത് അവരുടെ മീശയും താടിയും ഒരു മുസ്ലിമിൻ വെക്കുന്ന മീശയും താടിയും പോലെ അവർ എന്ത് ചെയ്ത് കണ്ടിച്ചു കളയുക. എന്ത് മതേതരത്വം ഉള്ളത്? മനസ്സിലായോ? അപ്പോൾ മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു ദേശത്ത് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. അന്നേരം അറിയാം അവിടെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. എന്നിട്ടാണ് ഇവർ മതേതരത്വം, മുഹമ്മദ് ഈസ മതേതരത്വം പറയുന്നു. എന്ത് മതേതരത്വം ഇദ്ദേഹം പറയുന്നത്? സൂര്യ അൻസാരി ആലപ്പുഴ മതേതരത്വം പറയുന്നു. എന്ത് മതേതരത്വം ഇവർ പറയുന്നു? ഇവർക്ക് മതേതരത്വമായിട്ട് എന്താ ബന്ധം? എന്താ? ഇവരുടെ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് എന്ന ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ നേരെവേ? അല്ലേ? ഏത് ദേശത്താണ് ഒരു ക്രൈസ്തവ സമൂഹത്തിന് പ്രാർത്ഥിക്കാനോ സ്വതന്ത്രമായി പ്രാർത്ഥിക്കാനോ സാധിക്കുന്നത്? എന്നിട്ട് ഇവിടെ ഇരുന്ന് മതേതരത്വം പറയാം. ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ലാഞ്ഞിട്ടല്ല, ബോധപൂർവം അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും
അവരിൽ നിന്ന് കിട്ടുന്ന ആദായം ഓർത്ത് ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നേക്കുന്നത് 376 കമൻറ്റുകളാണ്. ഇപ്പോൾ ഈ 376 കമൻറ്റുകൾ എടുത്താൽ ഇതിൻ്റെ അകത്ത് മുസ്ലിം നാമധാരികൾ മാത്രമേ ഉള്ളൂ കമൻറ്റ്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങൾക്ക് ഈ മുസ്ലിം വിഭാഗത്തെ മാത്രം മതിയോ? നിങ്ങളുടെ താഴെ ഏതെങ്കിലും ഈ വീഡിയോയുടെ താഴെ, അതായത് ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ താഴെ ഏതെങ്കിലും മറ്റൊരു മതസ്ഥൻ്റെ ഒരു കമൻ്റ് ഉണ്ടോ? നിങ്ങൾ നോക്ക്, ഇതിൻ്റെ അകത്ത് 376 കമൻ്റ് ഉള്ളതിൽ ഞാൻ ഈ കമൻ്റ് ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് മുസ്ലിം നാമധാരികൾ മാത്രമേ ഉള്ളൂ. മതസൗഹാർദ്ദം പുലരണം. സൗഹാർദ്ദം പുലരണമെങ്കിൽ ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കണം. അല്ലാതെ 2047 ആകുമ്പോഴത്തേക്കും കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാം. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ പൊന്നാനി പോയി എന്ത് ചെയ്യണം? സുന്നത്ത് ചെയ്ത് മുസ്ലിം ആകേണ്ടി വരും 2047 ആകുമ്പോഴത്തേക്കും. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2047 ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അവരുടെ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരണം. അപ്പം ഈ രാഹുൽ ഈശ്വരൊക്കെ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തങ്ങളുടെ ഐഡിയോളജി ഒരു വാക്ക് സ്വതന്ത്രമായി പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങളിവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഇതുപോലെ സ്വതന്ത്രമായ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ല. ഈ ഭൂരിപക്ഷ ഇസ്ലാമിക് രാജ്യങ്ങളിൽ അവരുടെ നിയമം അനുസരിച്ച് അവർ പറയുന്നത് കേട്ട്, അവരുടെ ഭരണാധികാരികൾ പറയുന്നത് കേട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഇദ്ദേഹം മതേതരത്വം വിളമ്പുന്നത്. ഉണ്ട്, അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ബോധപൂർവം ഇദ്ദേഹം ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ഇരട്ടത്താപ്പുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഇദ്ദേഹം ഒരു ക്രൈസ്തവ അനുകൂലിയോ ഹിന്ദു അനുകൂലിയോ അല്ല. ഇദ്ദേഹം പക്ക ഒരു ജിഹാദി ആണ്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ്, വലിയ ദോഷമാണ്. തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുമായി രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ മുമ്പോട്ട് പോയാൽ അത് എത്രമാത്രം സമൂഹത്തെ ബാധിക്കും എന്ന് സ്വയമായിട്ട് താങ്കൾ ചിന്തിക്കുക. എല്ലാ മതത്തെ ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഈ സമീപനം തെറ്റാണ്. അത് ശരിയല്ല. ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും താങ്കളോട് അകലുന്നു, താങ്കളെ വെറുക്കുന്നു എന്നുള്ള ഒരു ധ്വനിയും കൂടെയാണ് താങ്കളുടെ ഈ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.